ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വൈറ്റ് ബോർഡ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമുക്ക് വീട്ടിൽ എങ്ങനെ ഒരു സിമ്പിളായിട്ടൊരു വൈറ്റ് ബോർഡ് ഉണ്ടാക്കാം എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീട്ടിലെല്ലാം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയായാലും ചുമരും മതിലും എല്ലാം വൃത്തികേടായി അവർ വരച്ച് ഒക്കെ ഇട്ടിരിക്കുകയായിരിക്കുമല്ലേ. അപ്പം നമുക്ക് അവർക്ക് വേണ്ടി ഒരു സിമ്പിളായിട്ടൊരു വൈറ്റ് ബോർഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പഠിക്കുമ്പോഴായാലും ശരി, കളിക്കുമ്പോഴായാലും ശരി, അവരതും കൊണ്ടിരുന്നോളൂല്ലോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം അതിന് ഞാനെടുത്ത് ഇഷ്ടമുള്ളൊരു തീം എടുക്കുക. ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്കല്ലാതെ പുറത്ത് പോയി വാങ്ങേണ്ട ഒരു സാധനങ്ങളും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. അപ്പം ഒരു വൈറ്റ് ഷീറ്റ് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു തീം അതിനകത്ത് വരച്ചു കൊടുക്കുക. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കിറ്റിയുടെ തീമാണ്. അത് വരച്ചതിന് ശേഷം അതിനൊരു നമ്മൾ ബ്ലാക്ക് സ്കെച്ച് വെച്ച് ഒരു ബോർഡർ കൊടുത്തു. പിന്നെ ഇച്ചിരി ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള റെഡ് കളർ വെച്ച് നമ്മൾ ആ ചുറ്റിനും ഒരു ബോർഡറും കൊടുത്തു. അതേപോലെ കിറ്റിക്കും അതിൻ്റെ റിബണിനും മൂക്കിനുമൊക്കെ ഓരോ കളറ് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഈ കാർഡ്ബോർഡിൽ ഒട്ടിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പശ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഞാൻ ഫെവിക്കോൾ ആയതുകൊണ്ടാണ് ആ ഒരു നനഞ്ഞ ഒരു എഫക്റ്റ് കിട്ടുന്നത്. തിരിച്ച് ഫെവി സ്റ്റിക്കൊക്കെ ആണെങ്കിൽ ആ ഒരു അത് വരത്തില്ല, നല്ല ക്ലീനായിട്ട് വരും. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പശയിലും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഞാനിത് ഒട്ടിച്ചതിന് ശേഷമാണ് പിന്നീട് എനിക്കത് മാറ്റാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം എന്നിട്ട് നമുക്ക് വീതിയുള്ള ഒരു സെല്ലോ ടേപ്പ് എടുത്ത് അതിൻ്റെ മുകളിലോട്ട് കവർ ചെയ്ത് ഒട്ടിക്കാം. കവർ ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ ആ ചുറ്റുമുള്ള ബാക്കി വന്നിരിക്കുന്ന സെല്ലോ ടേപ്പെല്ലാം വെട്ടിക്കളയണം. എന്നാലല്ലേ നമുക്കതിൻ്റെ മുകളിൽ സ്കെച്ച് വെച്ച് എഴുതുമ്പോൾ മായ്ക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അതേപോലെ ഒട്ടിച്ചു കൊടുത്തു. സൈഡിലുള്ള എല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം നമുക്കൊരു സ്കെച്ച് ഈ പറയുന്ന പോലെ മാർക്കറോ ഞാനിപ്പോൾ യൂസ് ചെയ്ത് ഞാൻ ബോർഡർ വരയ്ക്കാൻ ഉപയോഗിച്ച സ്കെച്ചില്ലേ അത് തന്നെ. അതാണെങ്കിൽ നമ്മളൊരു നനഞ്ഞ തുണി വെച്ചോ വല്ലോ, ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് നനഞ്ഞ അത് വെച്ച് മായ്ച്ചിട്ടാണ്. ഇപ്പോൾ അതല്ല, വൈറ്റ് ബോർഡ് മാർക്കർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഇച്ചിരിയും കൂടെ നല്ലത്.